ഞാൻ തിരക്കഥയല്ല കേട്ടത്, കഥയാണ് കേട്ടത്. പടം എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, അത്യാവശ്യം കൊള്ളാം. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു, സെക്കൻഡ് ഹാഫ് പിന്നെ കഥയിലേക്ക് പോകും. ഓവറോൾ വൺ ടൈം ജാഫർ ഖാന്റെ പിന്നെ അടിപൊളിയായിരുന്നു. പടത്തിൽ മെയിൻ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ജാഫർ ഖാന്റെ അഭിനയമാണ്. ബാക്കി കാസ്റ്റിനൊക്കെ പാട്ട് ഒരു പാട്ടുണ്ടായിരുന്നു, അത് നല്ല പാട്ടായിരുന്നു. മേക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? മേക്കിംഗ് അത്യാവശ്യം കൊള്ളാം. ഓവറോൾ നോക്കുന്ന ഒരു പുതിയൊരു അപ്രോച്ചായിരുന്നു. ആശയം നല്ലായിരുന്നു. പുതിയ രീതിയിൽ ഒരു വ്യത്യസ്തമായ ഒരു സിനിമയാണ്. നമ്മൾ സാധാരണ കാണുന്ന പോലെയുള്ള സിനിമയല്ല, കുറച്ച് വെറൈറ്റി മോഡലെടുത്തിരിക്കുന്ന സിനിമയാണ്. അങ്ങനത്തെ കുടുംബ പരീക്ഷ അടിപൊളി. ജാഫർക്ക് പൊളിച്ചിട്ട് സോറി ലാലിയനാർക്ക് അടിപൊളിയാണ്. നല്ലൊരു സംവിധായകൻ, മലയാള സിനിമയിൽ കുറേ സിനിമകൾ ചെയ്തിട്ടുള്ള 2 സീനിയർ ആർട്ടിസ്റ്റുകൾ വെച്ചിട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. അപ്പോൾ സിനിമകളൊക്കെ അത്തരം പരീക്ഷണങ്ങളൊക്കെ വളരെയധികം സ്റ്റോറി കണ്ടോട് ചേർന്ന് കണ്ടിട്ടില്ല. സ്ക്രീൻ 100% എക്സ്പെരിമെൻ്റൽ ഫിലിമാണ്. അപ്പോൾ അത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ സ്പോയിലറായിരുന്നു. ഞാൻ വളരെ പ്രതീക്ഷയോട് വളരെ പലപ്പോഴും വളരെ സെറ്റിലായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് ലൗഡായിട്ടുള്ള ചില പെർഫോമൻസിന് സ്പേസ് ഉണ്ടെന്ന് അറിഞ്ഞാൽ പോയിട്ട് കമ്മിറ്റ് ചെയ്തത് നല്ല അഭിപ്രായം പറയുന്നു. ഫ്രഷ് ഓഫ് എനിക്ക് പ്രൊഡ്യൂസർ റിവ്യൂ പറയുന്നത് ഒരു അവാർഡിലേക്ക് ഒരു ഇതിലുള്ള ഹ്യൂമർ, സിറ്റുവേഷൻ ഹ്യൂമറാണ്. ബ്ലാക്ക് സെറ്റുകാരാണ് പടം. അപ്പോൾ അവാർഡ് ഇതുപോലെയുള്ള പടങ്ങൾ പ്രേക്ഷകർക്ക് വർക്കൗട്ട് ആവാൻ തോന്നുന്നു. ആ എക്സ്പെരിമെൻ്റൽ ഞാൻ പറഞ്ഞത് എക്സ്പെരിമെൻ്റലാണ്. വർക്കൗട്ട് ആവശ്യത്തിന് കണ്ട് മനുഷ്യർ കണ്ട് ശീലിക്കേണ്ടത്. അതും പൊതുവെ സ്ഥിരം ശീലങ്ങളുള്ള സിനിമയാണ്. അതൊരു ചലഞ്ച് തന്നെയാണ്. ആ ചലഞ്ച് ഏറ്റെടുത്തിട്ടാണ് പടം നിർമ്മാതാവും സംവിധായകനൊക്കെ ചലഞ്ച് ഏറ്റെടുത്തിട്ടാണ്. ഞാനെൻ്റെ കഥയാണ് കഥ കേട്ടാണ് ഞാൻ എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് ബ്രീഫ് കേട്ടുകൊണ്ടാണ് ഞാൻ അപ്പോൾ പുള്ളിക്കാരന് വിഷ്ണുവിൻ്റെ കാഴ്ചപ്പാടുണ്ട്. അതിനിപ്പോൾ ഞങ്ങളെല്ലാവരും നിന്ന് പെർഫോം ചെയ്യും. കേട്ട തിരക്കഥയാണ്. തിരക്കഥയിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ് അദ്ദേഹം ട്രൈ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു വേ ഓഫ് ടെല്ലിംഗ് ആണ് കഥയ്ക്കുള്ളത്. ആ നിലയ്ക്ക് ഞാൻ സീരിയസ് ആയിട്ടൊന്ന് കണ്ടു. വർക്കൗട്ടായാലും ഞാൻ അതിനകത്തുള്ള ആളായതുകൊണ്ട് ഞാനങ്ങ് ജഡ്ജ് ചെയ്യാം. എനിക്കിപ്പോഴും അതിന് നല്ല വശങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ താല്പര്യമുണ്ടാവും. കണ്ടിട്ട് പ്രേക്ഷകർ കാണും. സിനിമയുടെ ഫസ്റ്റ് സംബന്ധിച്ച് വിവാദങ്ങളൊക്കെ ഉണ്ട്. ഈ ജാഫറുടെ ഫീലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കർമ്മജനെതിരെ സംസാരിച്ച കേസുകളൊക്കെ അത് ഈ സിനിമയുമായിട്ട് ആ ചോദ്യത്തിൻ്റെ അവസാനം മനസ്സിലാക്കാം. അല്ല, അതിനെ ഞാൻ സിനിമയായിട്ട് ചേർക്കണ്ട. എനിക്ക് ആ സംഭവം എന്താണെന്ന് അറിയില്ല. ജാഫറിനെ കുറിച്ച് പറയാം. ജാഫറിന് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് എക്സ്പ്രഷൻസ് മാറുന്ന, വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ക്യാരക്ടർ പല പല രീതിയിൽ ക്യാരക്ടർ റേഞ്ച് മാറുന്ന ഒരാളാണ്. ആ തരത്തിലുള്ള സാധ്യതകളാണ് സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവൻ പെർഫോം ചെയ്യുന്ന എല്ലാവരെയും ആ നിലയ്ക്കാണ് വിഷ്ണു എന്ന സംവിധായകൻ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഞാനിത് സിനിമയായിട്ട് ഇപ്പോഴാണ് കാണുന്നത്. ടോട്ടൽ ഫുൾ സ്ട്രെച്ചിൽ ടോട്ടൽ ഫിലിമായിട്ട് ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഞാൻ എന്നെ തന്നെ വേറെ രീതിയിലാണ് കണ്ടത്. കുറച്ചുകൂടെ ലൗഡായിട്ടുള്ള, കുറച്ചുകൂടെ ബോൾഡായിട്ടുള്ള വേറൊരു ക്യാരക്ടറായിട്ടാണ്.
ഞാൻ പ്രതീക്ഷിച്ച രീതിയിൽ എനിക്ക് ഞാൻ ചെയ്ത ക്യാരക്ടറിന് ഞാൻ പ്രതീക്ഷിച്ച രീതിയിൽ എനിക്ക് കാണാൻ പറ്റും. ബാക്കി പ്രേക്ഷകർ കാണാൻ പറ്റും. നോർമൽ റൂട്ടിലുള്ള സിനിമയല്ല. കണ്ടില്ലേ നിങ്ങൾ? താങ്ക് യു.